ഏകദേശം 8,000-ലധികം ആളുകൾ. 8,000-ലധികം ആൾക്കാർ. എത്ര ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു എക്സിബിറ്റേഴ്സ് ആയിട്ട്? അന്ന് ഏകദേശം ഒരു 90ഓളം ബ്രാൻഡുകളാണ് അന്ന് പങ്കെടുത്തത്. നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് 5 പേരൂടെ ചേർന്ന് 8,000 പേരെ കൊണ്ടുവന്നു. ഇത് ഒരു വർഷത്തിന്റെ മുകളിലുള്ള വർക്കിംഗ് ആണ് ഇതിന്. കാരണം എക്സിബിഷൻ അനൗൺസ് ചെയ്തിട്ട് ഒരു വർഷത്തോളം സമയമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ, സൗത്ത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയുടെ ഭാഗമൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. സ്റ്റാളുകൾ വേണം. ഒരു വർഷം എടുത്ത എഫേർട്ടിന് ആ ഒരു 3 ദിവസമാണ് റിസൾട്ട്. നൈറ്റിൽ ഏകദേശം ഞങ്ങൾ എക്സിബിഷൻ്റെ അന്ന് രാവിലെ ഏകദേശം ഒരു 5 മണി നേരത്തൊക്കെയാണ്, രാവിലെ 5 മണി നേരത്തെ ഞങ്ങൾ റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് ഏകദേശം ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്താണ്. ഞങ്ങളതൊന്ന് നോക്കുന്നുണ്ട് പുറത്തോട്ട്, ആളുകളൊക്കെ എത്തി വരുന്നു, എങ്ങനെയാണ് വരുന്നത് എല്ലാം ഞങ്ങൾ നോക്കി കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ടെൻഷനും ഉണ്ട്. ആ ടൈമിൽ ഓൾറെഡി ഈ ഡിമോണിറ്റൈസേഷന്റെ ആ ഒരു വിഷയം വല്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഏകദേശം അതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ആളുകൾ വന്ന് ഞങ്ങളെല്ലാവരും ഒരു റൂമിൽ നിന്നിട്ടാണ് നോക്കുന്നത്. ഞങ്ങളെ ജസ്റ്റ് അതിന്റെ വിൻഡോയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കുകയാണ് പുറത്തോട്ട്. ആളുകളൊക്കെ വരുന്നുണ്ടോ, മൊത്തം ഇങ്ങനെ എനിക്കത് ഇമാജിൻ ചെയ്യാൻ ഒരു വർഷത്തെ റിസൾട്ട് നോട്ട് നിരോധനം, ആരും ക്യാഷ് ഇല്ല. അന്ന് ഈ നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷം എവിടെ ഇവന്റുകൾ തുടങ്ങിയിട്ടില്ല. എക്സിബിഷൻ എവിടെ ഇന്ത്യയിൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം മാറ്റി മാറ്റി നിർത്തിയതായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇത്രയും വലിയ റിസ്ക് എടുത്ത് വെച്ചത്. അത്രയും വലിയ റിസ്ക് ഞങ്ങൾ അന്ന് അപ്പൊ ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്തു. കാരണം ഒരു ഇവന്റ് നടക്കാത്ത ഒരു മേഖലയിൽ ഒരു ഇവന്റ് നടക്കുമ്പോഴല്ലേ ഒരുപാട് ആളുകൾക്ക് അതിനൊരു ഇതല്ലേ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഒരുപാട്.